അടി വാങ്ങിക്കടാ, എനിക്ക് പേടിയാകണ്ടാ. ഞാൻ വരുന്നില്ല, ഞാനിവിടെ ഓരത്തില്ല, ഞാൻ ഇരുന്നോളാം. നിങ്ങൾ നട്ടല്ലില്ലാത്തവർ ഇവനെയൊക്കെ കൊണ്ട് എങ്ങനെ ഒരു വഴിക്ക് പോകും? പോയി അർജുനൻ ഫൽഗുനൻ പാർത്ഥൻ വിജയൻ പിന്നെ കിരീടി അർജുനൻ ഫൽഗുനൻ പാർത്ഥൻ. ഞാൻ ഒറ്റയ്ക്കായി പോകുന്നുണ്ട്, പേടിച്ച് കണ്ണടച്ചിരിക്കുമായിരുന്നു. ഞാനും. എന്താ മോൻ ഇവിടെ? എന്റെ മൂത്ത സഹോദരന്റെ കല്ലറയിൽ മെഴുതിരി എത്തിക്കാൻ വന്നതാ. ഇന്ന് 8ാം ചരമവാർഷികമാണ്. കഷ്ടം. എങ്ങനാ മരിച്ചത്? ചേട്ടത്തിയുടെ പ്രസവം കഴിഞ്ഞ് വിളിക്കാൻ കോട്ടയത്തുനിന്ന് മാവേലിക്കരയ്ക്ക് പോയതാ. കൈനടി പാലത്തിനടുത്ത് വെച്ച് ആക്സിഡന്റ് ആയി. ചേട്ടനൂടെ ബസ്സിലുണ്ടായിരുന്ന 43 പേരും മരിച്ചു. എന്റെ മോനെ എന്തൊരു ചതിവാ കർത്താവ് കാണിച്ചത്. അമ്മച്ചി കറിയാറ് മോനെ, മെഴുകുതിരി ബാക്കിയുണ്ടെങ്കിൽ ഒരെണ്ണം എവിടെയും കത്തിച്ചേക്കണേ. കത്തിക്കാം. ആ ബസ്സിൽ ഞാനും ഉണ്ടായിരുന്നു. എന്റെ അമ്മച്ചി ഞാൻ ഷെവലിയർ മിഖായിലിനെ കൊല്ലാൻ വന്നത്. പിന്നെ ഞാൻ നീ ഷെവലിയറിനെ കൊല്ലല്ല. പക്ഷെ എനിക്കതിന് കഴിയില്ല. എന്നെ വിടും. ഞാൻ പറയുന്ന മുഴുവൻ കേസ് വിടറാ. അവൻ പറയട്ടെ. എനിക്ക് അദ്ദേഹത്തെ കൊല്ലാൻ കഴിയില്ല ഒരിക്കലും. प्लीज सर, क्या चाहिए? उसे बचा लीजिए, वो लोग मुझे मारने के लिए आ रहे हैं. प्लीज दे दीजिए सर. कमाल गजन. थैंक यू. എന്റെ ജീവൻ രക്ഷിച്ച ആ വലിയ മനുഷ്യനെ കൊല്ലാൻ എനിക്ക് കഴിയില്ല എന്ന് വിശ്വസിക്കൂ. നിങ്ങൾ വന്നേ. ഇവൻ പറയുന്നത് വിശ്വസിക്കാവോ? കുഴപ്പമില്ലെന്ന് തോന്നുന്നു. സെമിത്തേരിന്ന് കണ്ണി കണ്ട പ്രേതങ്ങളെയൊക്കെ കൊണ്ടുവന്ന് മനുഷ്യനെ പേടിപ്പിക്കാടാ. ഞാനൊരു പെർഫെക്റ്റ് ബാച്ചിലറാണ്. ഇനി നിങ്ങൾക്ക് എന്നെ എന്ത് വേണമെങ്കിലും ചെയ്യാം. ഇറ്റ്സ് ഓക്കെ. പേര് പറഞ്ഞില്ലല്ലോ. ഇഗ്നേഷ്യസ്. ഇഗ്നേഷ്യസ് തൽക്കാലം സുഖമായിട്ട് ഉറങ്ങും. ബാക്കി നമുക്ക് നാളെ സംസാരിക്കാം. ഓക്കെ, ഡ്രസ് മാറിക്കോളൂ. ബഷീറേ, ഒരു ലുങ്കി എടുത്ത് കൊടുക്കടാ. നിന്റെയൊക്കെ പോരാഞ്ഞിട്ട് ഭീങ്കരമാരുടെ കൂടെ ബാല്യക്കാരനാണോ? പപ്പ ഇനിയെങ്കിലും ഇത് സീരിയസ് ആയിട്ട് എടുക്കണം. ആ സ്ട്രേഞ്ചറിന്റെ കാര്യം പറഞ്ഞിട്ട് ഇതുവരെ ഒന്ന് അന്വേഷിച്ചോ?
കൂൾ ഡൗൺ മൈ സ്വീറ്റി, കൂൾ ഡൗൺ. അതാരാണ് ഈ സ്ട്രേഞ്ചർ? ഒരു പൂച്ചക്കണ്ണൻ അതാരാണ് ഈ സ്ട്രേഞ്ചർ? ഒരു പൂച്ചക്കണ്ണൻ ഇവിടെ മാത്രമല്ല അങ്കിൾ, അയാൾ ഓഫീസിലും ഫാക്ടറിയിലും ഒക്കെ ചെന്നിരുന്നു. സാർ, ഫോൺ. Yes, Mikhail here. बोलिए बोलिए. What? Scoundrel? Shut your bloody mouth. ഞാൻ ആർക്ക് എന്ത് ദ്രോഹം ചെയ്തിട്ടാ ബലരാമ എന്നെ നേർക്ക് ഈ ആക്രമണം? സാറിനോട് അവർക്ക് വിരോധമൊന്നും ഉണ്ടാവില്ല. നമ്മൾ ആ കൊട്ടേഷൻ പിൻവലിക്കണം, അത്ര അവർക്ക് വേണം. എന്നാലത് വിഡ്രോ ചെയ്തേക്ക് പപ്പ. നോ, നെവർ. ഏതോ ഒരുത്ത ഫോണിൽ കൂടി ഇംഗ്ലീഷിലും ഹിന്ദിയിലും തെറി പറഞ്ഞെന്ന് വിചാരിച്ച് ഞാൻ പേടിക്കണോ? സാറിന് പേടില്ലെന്ന് എനിക്കറിയാം. മോളുടെ കാര്യം അങ്ങനെയല്ലല്ലോ. ആലോചിക്കാനൊന്നുമില്ല. സർവൈവൽ ദ ഫിറ്റസ്റ്റ് എന്നാണല്ലോ പ്രപഞ്ച തത്വം. ദാറ്റ്സ് ഇറ്റ്. സർവൈവൽ ദ ഫിറ്റസ്റ്റ്. ഓക്കേ. ബോംബെയിൽ ഒരു ജോലിയിലായിരുന്ന എന്നെ അവർ ട്രാപ്പിലാക്കുകയായിരുന്നു. രക്ഷപ്പെടാൻ പല പ്രാവശ്യവും ശ്രമിച്ചു, സാധിച്ചില്ല. ചായ കുടിക്കൂ. ഞാനിവിടെ തങ്ങിയാൽ നിങ്ങളുടെ ജീവനും അപകടത്തിലാവും. ഇവിടെ താമസിക്കുന്നതിനോട് എനിക്കും അഭിപ്രായമില്ല. ഇവിടെ ഇരുന്ന് ഈ ചായ കുടിക്കുന്ന വിവരം പോലും സേട്ട് അറിയുന്നുണ്ടാവും. ആരാണ് ഈ സേട്ട്? നന്ദലാൽ സേട്ട്. ഈ സേട്ടും ഷെവലിയറും തമ്മിലുള്ള ബന്ധം? ഷെവലിയറുടെ ബിസിനസ് റൈവലാണ് നന്ദലാൽ സേട്ട്. മാഫിയ ഗ്യാങ്ങിന് പണം കൊടുത്തിരിക്കുന്നതും സേട്ടുമാണ്. എന്തിന്? ഷെവലിയറെ നശിപ്പിക്കാൻ. ഓഹോ, മലയാളി ആയതുകൊണ്ട് മാത്രമാണ് ഈ ദൗത്യം അവരെന്നെ ഏൽപ്പിച്ചത്. ഞാൻ കാലുമാറിയെന്നറിയുമ്പോ എന്നേക്കാൾ ശക്തനായ മറ്റൊരാളെ അവരിങ്ങോട്ട് അയക്കും. ആരെ? കാളിയെ. കാളിയോ? ഇനി അങ്ങനെ ഒരു പിശാച് ഇങ്ങോട്ട് വരൂ? വരും. ആയുധങ്ങൾ കൈകാര്യം ചെയ്യുന്നതിൽ അതിവിദഗ്ധൻ. കാളി ഏറ്റെടുത്തിട്ടുള്ള ഒരു ഓപ്പറേഷനും ഇതുവരെ പരാജയപ്പെട്ടിട്ടില്ല. ഞാൻ ഇവിടുന്ന് പോകുന്നതായിരിക്കും എനിക്കും നിങ്ങൾക്കും നല്ലത്. ഇനിയിപ്പോ ഇവനെന്താ പ്ലാൻ? ഇഗ്നേഷ്യസിനെ മറ്റൊരു സ്ഥലത്ത് താമസിപ്പിക്കണം. ഞാനൊരു പ്രോബ്ലമായി അല്ലേ? ഹേ, ഇതൊന്നും ഒരു പ്രോബ്ലം അല്ല. കുടിക്കും. നമ്മുടെ കാടൻ പൂച്ചകള്. ഇവന്മാർക്ക് വേറെ ജോലിയൊന്നുമില്ല. വന്ദേ നരശ നടങ്ങിരിയടാ. പശയും കാട്ടെടുക്ക്. ഇതെല്ലാം കണ്ടിട്ട് എന്റെ കാല് ധരിക്കണ ആശാനെ. ഞാൻ 4 ചവിട്ടി ചവിട്ടത്ത. ചവിട്ടാനെ കൊണ്ട് സമയമായിട്ടില്ലടാ. അവൻ ഇനിയെങ്കിലും 4 ചവിട്ട് കൊടുക്കാൻ പാടില്ലേ? ഒരു ദിവസം മുഴുവൻ ലൈനിൽ നിന്നിട്ട് അവൻ പാമോയിൽ വാങ്ങിച്ചു തന്നെ. പാവം മോനെ പീലിക്കുട്ടി. എന്തോ? പോണേന് മുമ്പേ ആ മടലും കൂടെ കീറിയിട്ടേച്ചും പോണം കേട്ടാ. അങ്ങനെയാണ്. അപ്പ ചവിട്ട് തുടങ്ങാറായി. എന്നാ ഒരു സ്വാദ്യം. നമ്മുടെ ഈ കാറൽമാൻ ചവിട്ടുനാടകം എഴുതിയത് ആരാണ്? കാറൽമാൻ ചവിട്ടുനാടകം എഴുതിയത് ആരാണെന്ന്? കാറൽമാൻ ചവിട്ടുനാടകം എഴുതിയത് അവന്റെ ആശാനെ കുഴിവെട്ടി ആവശ്യോ. ആശാന്റെ മൊത്തം അപ്പക്ക് പറയണം. കൊക്കോണന്റെ മുമ്പിൽ നിന്ന്. ശരി ശരി അമ്മച്ചി. അല്ല, നീ ഇത് എവിടെയായിരുന്നു മോനെ 2-3 ദിവസമായിട്ട്? ഇത് ആരാണൊരു പുതിയ ആള്? എന്റെ കൂട്ടുകാരൻ അമ്മച്ചി, ഇഗ്നീഷ്യസ്. കുറച്ച് അകലെ വീട്. ഞാനും എന്റെ വീട്ടിലായിരുന്നു 2-3 ദിവസം. അമ്മച്ചി ഒന്ന് വന്നേ. വന്നേ അമ്മച്ചി. തലാണ്ട് ചവിട്ടാളത്തിന്റെ പ്രാക്ടീസ് ആയിരുന്നു. എന്താ അമ്മച്ചി, ഇഗ്നേഷ്യസ് കുറച്ചു ദിവസം ഇവിടെ താമസിക്കും. ഞാനിവിടെ ഉള്ളതുപോലെ കരുതിയാ മതി. പരിചയമില്ലാത്ത ഒരുത്തനെ വീട്ടിൽ കയറ്റി താമസിപ്പിച്ചിട്ട് നിന്നെ പോലെ കരുതണം എന്ന് പറഞ്ഞാൽ അതെങ്ങനെയാടാ? ഓ, ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അതും തീരുന്നവരെ അവരെ ഇവിടെ താമസിപ്പിച്ചേ പറ്റൂ. ഒരാഴ്ച മതി. എന്താണ് മകൻ ഈ ഒരാഴ്ച പ്രശ്നം? നിങ്ങളൊന്നും മിണ്ടാണ്ടിരിക്കുവോ? എടാ കരടണ്ടി, തെര നിറഞ്ഞിരിക്കുന്ന ഒരു പെങ്കൊച്ചുണ്ട് ഇവിടെ. അതിന്റെ ദണ്ണം നിനക്കോ നിന്റെ തന്തയ്ക്കോ ഇല്ല. അമ്മച്ചി ഒന്ന് പതുക്കെ പറ. ഞാൻ മുണ്ടാണ്ടിരിക്കാം, പക്ഷെ അന്യോരത്തിന് ഈ വീട്ടിൽ അന്തി ഇറങ്ങിയ നാട്ടുകാർ മുണ്ടാണ്ടിരിക്കുകയില്ല. മകനെ, അവന് ചവിട്ടനാട് വാസനയുണ്ടാ? അല്പസ്വല്പം ഉണ്ട്. ആ, പിന്നെന്താ പ്രശ്നം? അവൻ എന്റെ മുറിയിലോട്ട് പോരട്ട് അവിടെ കിടക്കട്ട്. ഓ, ഈ മനുഷ്യന്റെ കൂടെ ഞാൻ ഇറങ്ങി തിരിച്ചല്ലോ എന്റെ ദൈവം. ഈ കുടുംബത്തിലെ നായകൻ ഞാനാ. ഞാൻ പറയും പോലെ കേട്ടാ മതി. ഓ, കുടുംബത്തെ നായകൻ എന്തും ചെയ്യാവല്ലോ. അടുപ്പിലിട്ട് തൂറിയാ പോലും ഒരു കുഴപ്പമില്ല. അമ്മച്ചി,
അവൻ അമ്മയില്ലാത്തവനാണ് അമ്മച്ചി. ഞാൻ എന്താ പറഞ്ഞേ? ഇഗ്നേഷ്യസിന് അമ്മയില്ല. ആരെങ്കിലും ചോദിച്ചാ അർക്കെങ്കിലും അമ്മായിയുടെ മോനാണെന്ന് പറഞ്ഞാൽ മതി. അവൻ എന്റെ മുറി കിടന്നോളും വരുമോ? നിങ്ങൾക്ക് വേറെ പണിയൊന്നും ഇല്ലല്ലോ. ഇന്ന് പോലെ ഇവിടെ പറവ് ഇടണം. താങ്ക് യു അപ്പച്ച. അപ്പൊ ഇന്ന് കറിക്കൊന്നും കാണുകയല്ലേ?